അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. നമ്മൾ ഇൻഷാ വ തത്ബീഖ് എന്നുള്ള പുസ്തകത്തിൽ ഒരു പാഠം നമ്മൾ രണ്ടാം സെമസ്റ്ററിൽ എടുത്തു. ഏത് പാഠം? ഹിവാർ എന്നുള്ള പാഠം എടുത്തു. അപ്പോൾ ഒരു സംഭാഷണം എഴുതുന്ന രൂപമൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു പാഠമാണ് ഇബ്രാഹിം ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആൺകുട്ടിയായ ഇബ്രാഹിം. ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ അഖീദൊക്കെ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാരിത്തുൽ ഖിബ്തിയ എന്ന ഉമ്മയിലുണ്ടായ മുഖൗഖിസ് എന്ന രാജാവ് സമ്മാനമായി കൊടുത്ത മാരിത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയിൽ നബിക്കുണ്ടായ കുട്ടിയാണ് ഇബ്രാഹിം എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് നമ്മൾ കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പ്രയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതിനെങ്ങനെയൊക്കെയാണ് ഫായിലായത്, ഫായിൽ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ കാന വന്നാൽ ഇസ്മ എങ്ങനെ, ഖബർ എങ്ങനെ, അതൊക്കെ നമ്മൾ പഠിച്ചത് ഇതിലൂടെ നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ നമുക്കിതുപോലെ എങ്ങനെ എഴുതാൻ കഴിയണം, ഒരാളെ പറ്റി മലയാളത്തിൽ നമുക്ക് കിട്ടിയാൽ അറബിയിൽ നമുക്ക് ഇതുപോലെ എഴുതാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ഇബ്രാഹിം ഇബ്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെ നിങ്ങളുടെ പേരൊക്കെ എഴുതട്ടോ. ഇബ്രാഹിം ഇബ്നു നബി, ഇവിടെ ഇബ്നു നബി എഴുതുമ്പോൾ ഇബ്നിൻ്റെ മുമ്പ് നമ്മൾ ഇബ്നുൻ എന്ന് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരും, സ്വന്തമായിട്ട് എഴുതുമ്പോൾ ഒരു അലിഫിട്ട് എഴുതുകൊണ്ടിരും. എന്നാൽ ഇങ്ങനെ ചേർത്ത് എഴുതുമ്പോൾ എന്താ ആവശ്യമില്ല, അലിഫിൻ്റെ ആവശ്യം അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇബ്രാഹിം ഇബ്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറയുന്നത്. അങ്ങനെ കാന ഇബ്രാഹിം ആയിരുന്നു അൽ ഇബ്ൻ അൽ അഖീർ. അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിരിക്കും, നമ്മൾ കാനയുടെ പാഠം പഠിച്ചല്ലോ. അപ്പോൾ അതടിസ്ഥാനത്തിൽ കാനയുടെ ഇസ്മ എന്ത്? ഇബ്രാഹിം. കാനയുടെ ഖബർ എന്ത്? അൽ ഇബ്ൻ അൽ അഖീർ. ഓക്കെ, അപ്പോൾ കാന ഇബ്രാഹിമായിരുന്നു അൽ ഇബ്ൻ അൽ അഖീർ, അവസാനത്തെ കുട്ടിയായിരുന്നു. അൽ ഇബ്ൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നൊക്കെ അർത്ഥം. അവസാനത്തെ ആൺകുട്ടിയായിരുന്നു ആർക്ക്? റസൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ അവസാനത്തെ കുട്ടിയായിരുന്നു ഇബ്രാഹിം. അവസാനത്തെ കുട്ടിയായിരുന്നു ഇബ്രാഹിം. റസൂലി ആർക്ക്? നബിക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ റസൂൽ ആരാണ്? മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ, ലി പറഞ്ഞാൽ ഉടമസ്ഥത എന്നർത്ഥം. അപ്പോൾ നബിക്കുള്ള അവസാനത്തെ കുട്ടിയായിരുന്നു ഇബ്രാഹിം. ഓക്കെ, ഇനി വുലിദ ഇബ്രാഹിമു, ഇബ്രാഹിം എന്ന കുട്ടി ജനിക്കപ്പെട്ടു എന്നാൽ ജനിച്ചു എന്നർത്ഥം. ബുജാദന എന്ന് പറയുന്നത് വുലിദ, ജനിച്ചു. ഫി ഷഹ്രി ദിൽഹിജ്ജ മാസത്തിൽ, ഫി ഷഹ്രി മാസത്തിൽ, ദിൽഹിജ്ജ മാസത്തിലാണ് ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചത്. മിനസ്സനത്തി സാമിനത്തി ലിൽ ഹിജ്റ, ഹിജ്റയുടെ നമ്മളാണല്ലോ എന്താ പറയുക ഉടമസ്ഥ എന്നർത്ഥം. അപ്പോൾ ഹിജ്റയുടെ 8ാമത്തെ വർഷത്തിൽ, സനത്ത് സാമിനാണ് ഹിജ്റ 8ാം വർഷം, ഹിജ്റ 8ാം വർഷം ദുൽഹിജ്ജ മാസത്തിലാണ് ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചത്. ഫി മക്കാനിൻ, ഒരു സ്ഥലത്താണ്, ഒരു സ്ഥലത്ത് വെച്ചാണ് ജനിച്ചത്. ഫി മക്കാനിൻ, ഒരു സ്ഥലത്ത്. യുഖാലു ലഹു, ആ സ്ഥലത്തിനക്ക് പറയുന്നു ആലിയത്തു, യുഖാലു ലഹുൽ ആലിയത്തു ബിൽ മദീനത്തുൽ മുനവ്വറ, മദീനത്തുൽ മുനവ്വറ. യുഖാലു ലഹുൽ ആലിയത്തു ബിൽ മദീനത്തുൽ മുനവ്വറ, മദീന എന്ന് പറയുന്നത് ആലിയ. അത് ആലിയ എന്ന് പറഞ്ഞ എല്ലാ പ്രദേശങ്ങൾക്കും ആലിയയും സാഫിലയും ഉണ്ടാകും. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കാൻ അവസാനം മക്കം ഫത്തിന് പോകുമ്പോൾ തൻ്റെ സൈന്യത്തെ അടിയിലൂടെയും അഥവാ സാഫില മാർഗത്തിലൂടെയും ആളെ അയച്ചു. അതുപോലെ തന്നെ ആലിയ എന്ന് മുകളിലൂടെയും ആളെ അയച്ചു. അപ്പോൾ അതുപോലെയുള്ള ആലിയ ഉയർന്ന പ്രദേശങ്ങൾ, കുന്നിൻ ചെരുവുകൾ, അതുപോലെ തന്നെ ഉയർന്ന സ്ഥലങ്ങൾ അഥവാ ഉയർന്ന പ്രദേശങ്ങൾക്കാണ് ആലിയ എന്ന് പറയുക. അപ്പോൾ മദീനയിലെ ആലിയ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് ആര് ജനിക്കുന്നത്? മദീന മുനവ്വറയിലുള്ള ആലിയ എന്ന് പേര് വെക്കപ്പെട്ട ഒരു സ്ഥലത്താണ് ഹിജ്റ 8ാം വർഷത്തിൽ ദുൽഹിജ്ജ മാസത്തിൽ ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചത് എന്നാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. അപ്പോൾ നോക്കുക, മിനസ്സനത്തി സാമിന ലിൽ ഹിജ്റ ഫി മക്കാനി, ഒരു സ്ഥലത്ത്. യുഖാലു, ആ സ്ഥലത്തിനക്ക് പറയപ്പെടുന്നു. കാല നിങ്ങൾ പഠിച്ചു മജ്ഹൂലാക്കുക എന്നുള്ളതൊക്കെ പഠിച്ചല്ലോ അല്ലേ, സർഫാക്കുമ്പോൾ. കാല യഖൂലു യുഖാലു, യുഖാലു പറഞ്ഞാൽ പറയപ്പെടുന്നു, കാല പറഞ്ഞാൽ പറഞ്ഞു, യഖൂലു പറയുന്നു, യുഖാലു പറഞ്ഞാൽ പറയപ്പെടുന്നു. ലഹു, ആ സ്ഥലത്ത്, ആ മക്കാനിനക്ക് പറയപ്പെടുന്നു. അൽ ആലിയ എന്ന് പറയപ്പെടുന്നു. ആ ആലിയ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത്, ആ ആലിയ എവിടെയാണുള്ളത്? ബിൽ മദീനത്തുൽ മുനവ്വറ, മദീന മുനവ്വറയിലുള്ള ആലിയ എന്ന് പേര് വെക്കപ്പെട്ട, ആലിയ പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നർത്ഥം. അപ്പോൾ ആലിയ എന്ന് പേര് വെക്കപ്പെട്ട ഒരു സ്ഥലത്ത് ഹിജ്റ 8ാം വർഷത്തിൽ ദുൽഹിജ്ജ മാസത്തിൽ ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചു. അത്രേ ഉള്ളൂ.
വകാനത്ത് ഉമ്മുഹു. വകാനത്ത് ആയിരുന്നു. കാനയുടെ എന്താണ് മുഅന്നസാണ്. അപ്പോൾ കാന കാന കാനു കാനത്ത് അവളായിരുന്നു എന്ന് അർത്ഥം. അപ്പോൾ നബിയുടെ ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഉമ്മ, അത് നബിയുടെ ഭാര്യയായിട്ട്. അപ്പോൾ കാനത്ത് ഉമ്മുഹു, നബിയുടെ ഈ ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഉമ്മുഹു എന്നാണ്. ആ ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഉമ്മ ആയിരുന്നു. ഇവിടെ കാനത്ത് എന്നുള്ളത് മുഅന്നസാണ്. കാരണം എന്താണ്? ഫായിലായ ഉമ്മ എന്നുള്ളത് മുഅന്നസ് ആയത് കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ കാനത്ത് ഉമ്മുഹു, ആ ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഉമ്മയായിരുന്നു. ആരാണ്? അപ്പോൾ മാരിയത്തുൽ ഖിബ്തിയ്യ, മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയായിരുന്നു. ഓക്കെ. കാനത്ത് ഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ്യ ആയിരുന്നു റളിയല്ലാഹു അൻഹ. അൻഹ ട്ടോ. നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുക ആരെങ്കിലും സ്വഹാബികളെ പറ്റി പറയുമ്പോഴാണ്, അഥവാ ആണുങ്ങളായ സ്വഹാബിമാരെ പറ്റി പറയുമ്പോഴാണ്. എന്നാൽ സ്വഹാബിയത്തുകളായ നല്ല സ്ത്രീകളെ പറ്റി പറയുമ്പോഴാണ് റളിയല്ലാഹു അൻഹ എന്നാണ്. അപ്പോൾ അൻഹു പറഞ്ഞാൽ ഇപ്പോൾ റളിയല്ലാഹുവിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ റളിയ അള്ളാഹു, അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്ന, അൻഹു അദ്ദേഹത്തെ എന്നർത്ഥം. എന്നാൽ റളിയല്ലാഹു അൻഹ അവളെ എന്നർത്ഥം. ആ മാരിയത്തുൽ ഖിബ്തിയ്യ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതാണ് റളിയല്ലാഹു അൻഹ എന്നുള്ളതിൻ്റെ അർത്ഥം കേട്ടോ. അല്ലത്തി, ആ മാരിയത്തുൽ ഖിബ്തിയ്യ അല്ലത്തി അവൾ എന്നർത്ഥം. അല്ലത്തി പറഞ്ഞാൽ അവൾ, അല്ലതി പറഞ്ഞാൽ അവൻ, അല്ലദീന പറഞ്ഞാൽ അവർ, അല്ലായി പറഞ്ഞാൽ അവർ സ്ത്രീകൾ എന്നർത്ഥം. അപ്പോൾ അല്ലത്തി പറഞ്ഞാൽ അവൾ, അതാണ് മാരിയത്തുൽ ഖിബ്തിയ്യ എന്ന ഇവൾ അഹ്ദാഹ, ആ മഹദിയെ അഹ്ദാഹ, അഹ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദിയ കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു, സമ്മാനമായി നൽകി എന്നർത്ഥം. അഹ്ദാഹ അതിനെ സമ്മാനമായി നൽകി. ഹ എന്ന് പറഞ്ഞാൽ ആ ഈ മാരിയത്തുൽ ഖിബ്തിയ്യയെ. ആര്? ഈ അഹ്ദൻ്റെ ഫായിൽ ആരാണ്? മുഖൗഖിസു എന്നാണ് കേട്ടോ. മുഖൗഖിസ് എന്ന രാജാവാണ്. മലിക് മിസ്ര, മിസ്റിലെ രാജാവായ, മലിക് മിസ്ര എന്ന ഈജിപ്തിലെ രാജാവായ മുഖൗഖിസാണ് സമ്മാനമായി നൽകിയത്. ആർക്ക്? ലിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി നൽകിയ മാരിയത്തുൽ ഖിബ്തിയ്യയായിരുന്നു ഈ കുട്ടിയുടെ, ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഉമ്മ. ഇനി പറയാണ് വഫിൽ യൗമി സാബി മിൻ വിലാദത്തിഹി, വഫിൽ യൗമി സാബി ഏഴാമത്തെ ദിവസം, മിൻ വിലാദത്തിഹി പ്രസവത്തിൻ്റെ എന്നർത്ഥം, ജനനത്തിൻ്റെ എന്നർത്ഥം. വിലാദത്ത് പറഞ്ഞാൽ ജനനം, പ്രസവം എന്നൊക്കെ അർത്ഥം. അങ്ങനെ ആ ജനനത്തിൻ്റെ ഏഴാമത്തെ ദിവസത്തിൽ, ജനിച്ചതിൻ്റെ ഏഴാമത്തെ ദിവസത്തിൽ ഹല്ലഖ, ഹല്ലഖ എന്ന് പറഞ്ഞാൽ മുടി കളയുക എന്നർത്ഥം. ഓക്കെ. ഹല്ലഖ ശഅറ റഅസിഹി, ഇബ്രാഹിം എന്ന കുട്ടിയുടെ തലയിലുള്ള മുടി കളഞ്ഞു എന്നർത്ഥം. ഹല്ലക യുഹല്ലികു തഹ്ലീക്ക്, മുഹല്ലിഖീന റൂസഹും എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിൽ ഹജ്ജിന് പോകുന്ന ആളെ പറ്റി വിശേഷം, ഹജ്ജിന് പോകുന്ന ആളുകളെ പറ്റി പറയുന്ന സ്ഥലത്ത് അവിടെ പറയുന്നുണ്ട്. മുഹല്ലിഖീന റൂസഹും മുഖസ്സിരീന എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. ഹല്ലക യുഹല്ലികു എന്ന് പറഞ്ഞാൽ മുടി കളയുക. അങ്ങനെ ഹല്ലക മുടി കളഞ്ഞു. ശഅറ റഅസിഹി ഇബ്രാഹിം എന്ന കുട്ടിയുടെ തലയിലെ മുടി കളഞ്ഞു. എന്നിട്ടോ വതസദ്ദഖ എന്നിട്ട് സദഖ ചെയ്തു, ദാനം നൽകി. ബിസിനത്തിഹി ആ മുടിയുടെ തൂക്കത്തിന്. സിനത്ത്, സിനത്തന വസ്ന് എന്നർത്ഥത്തിനിക്കാണ് സിനത്ത് എന്ന് വരും കേട്ടോ. സിനത്ത് പറഞ്ഞാൽ തൂക്കം എന്നർത്ഥം. ബിസിനത്തിഹി ആ മുടിയുടെ തൂക്കത്തിന് പകരമായിട്ട് സദഖ ചെയ്തു. ഫില്ലതൻ, തസദ്ദഖ ഫില്ലതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖ ചെയ്തു. ഫില്ലതൻ എന്തിനെ? വെള്ളിയെ. എന്തിന്? ബിസിനത്തിഹി ഈ കുട്ടിയുടെ മുടിയുടെ തുല്യം ഭാരത്തിന് എന്നർത്ഥം. സിനത്തന തൂക്കം, ഭാരം. ഫില്ലതൻ വെള്ളിയെ ദാനം ചെയ്തു, സദഖ ചെയ്തു. ആർക്ക്? അലൽ മസാഖീനി മിസ്കീനുകളായ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഈ മുടിയുടെ തൂക്കത്തിന് വെള്ളി സദഖ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി വഖദ് റവാ മുസ്ലിമുൻ അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. കണ്ടല്ലോ, നമ്മൾ മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ എന്നായിരുന്നു. എന്നാൽ ഇവിടെ എന്താ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അനസ് റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന, അനസ് റളിയല്ലാഹുവിൽ നിന്നും മുസ്ലിം റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അന്നഹു ഖാൽ അദ്ദേഹം പറയുകയാണ്, ഖാല അനസ് റളിയല്ലാഹു പറഞ്ഞതായിട്ട് പറയാണ്, അന്നഹു അദ്ദേഹം, ഈ അനസ് റളിയല്ലാഹു പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞിട്ടുണ്ട്, വുലിദലി അല്ലൈലത, വുലിദലി
എനിക്ക് ജനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ജനിച്ചിട്ടുണ്ട്. വുലിദ ജനിച്ചു, ലി എനിക്ക് വേണ്ടി ജനിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലൈലത്ത ഈ രാത്രിയിൽ ഒരു കുട്ടി ജനിക്കപ്പെട്ടിട്ടുണ്ട്. ഉലാമുൻ ഒരു കുട്ടി ജനിക്കപ്പെട്ടിട്ടുണ്ട്. സമ്മൈതുഹു ഞാൻ അവനിക്ക് പേര് വെക്കുകയാണ്. ബി ഇസ്മി അബി എൻ്റെ വല്ലിപ്പാറിനർത്ഥം. ബി ഇസ്മി അബി എൻ്റെ ഉപ്പയുടെ പേരായ ഇബ്രാഹിം. ഉപ്പയുടെ പേരെന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരമ്പര നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അബൂ അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് ഹാഷിം അബ്ദുൽ മനാഫ് മുൻതസിബ് അങ്ങനെ പറഞ്ഞിട്ട് അവസാനം അതിനാലിലെത്തി. അതിനാലിൽ നിന്ന് ഒരു 10 പരമ്പര കഴിഞ്ഞിട്ട് ഇസ്മായിൽ നബിയിലെത്തി. ഇസ്മായിൽ നബിയുടെ ഉപ്പയായ ഇബ്രാഹിം എന്നർത്ഥം. അപ്പോൾ ഉപ്പ എന്ന ഉദ്ദേശം എന്താണ്? പിതാവ് എന്നർത്ഥത്തിന് എന്താണ്? ഉപ്പ എന്നർത്ഥം. നമ്മളുടെ ഉപ്പയാണല്ലോ ആര്? ആദം അലൈഹി സ്വലാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്? എൻ്റെ ഉപ്പയായ ഇബ്രാഹിം അലൈഹി സ്വലാം, ആ ഇബ്രാഹിമിൻ്റെ പേര് ഞാൻ പേര് വെക്കുന്നു. സമ്മൈതു ഞാൻ പേര് വെച്ചിരിക്കുന്നു. ഹു ആ ഇബ്രാഹിമിനെ ബി ഇസ്മി അബി എൻ്റെ ഉപ്പയുടെ പേര് ഇബ്രാഹിം. ഇബ്രാഹിം എന്ന എൻ്റെ ഉപ്പയുടെ പേര് ഞാൻ എൻ്റെ മകനിക്ക് വെക്കുകയാണ്. റവ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുക എന്നർത്ഥം. റവ എർവി റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഉദ്ധരിക്കുക, പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ അർത്ഥത്തിനേക്കാണ്. ഒരാളിൽ നിന്നും കേട്ട് മനസ്സിലാക്കി ഉദ്ധരിക്കുന്നതിനേക്കാണ് റവ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യില്ല, റാവികളാണ് എന്ത് പത്രങ്ങൾ റിപ്പോർട്ട്, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന റാവികൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഹദീസും ഇതുപോലെ തന്നെ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും പണ്ട് താബികൾ അങ്ങനെ മാറി വരുന്ന ആ ഹദീസ് ഇങ്ങനെ പരസ്പരം കൈമാറി വരുന്ന എനിക്ക് റിവായത്ത് റാവി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അതിനേക്കാണ് എന്താ റവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആര്? മുസ്ലിം റളിയല്ലാഹു അൻഹു അനസ് ഇബ്നു മാലിക് അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് എന്നർത്ഥം. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ടോ അന്നഹു ഖാൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്ത് പറഞ്ഞു? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞത് പറഞ്ഞു എന്നർത്ഥം. ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആര് പറയാണ്? അനസ് റളിയല്ലാഹു അൻഹു പറയാൻ കേട്ടോ. വലിദലി എനിക്ക് ജനിക്കപ്പെട്ടിരിക്കുന്നു. അല്ലൈലത്ത ഈ രാത്രിയിൽ ഓലാമുൻ ഒരു കുട്ടി എന്ന് പറഞ്ഞത്. സമ്മൈതുഹു ഞാൻ ആ കുട്ടിക്ക് പേര് വെക്കുകയാണ്. ബി ഇസ്മി അബി എൻ്റെ ഉപ്പയുടെ പേര് ഇബ്രാഹിം എന്ന എൻ്റെ ഉപ്പയുടെ പേര് ഞാൻ പേര് വെക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുമ്പിലുള്ള സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര വരികൾ, വളരെ കുറച്ച് വരികളുള്ളൂ. ഈ വരികൾ നല്ലതുപോലെ കൃത്യമായി പഠിക്കുക. അതിൽ ഓരോ പദങ്ങളും ആ പദങ്ങളുടെ അർത്ഥങ്ങളും അതിൻ്റെ ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടോ. ഇബ്നുൽ അഖീർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ കുട്ടി. പിന്നെ സനത്തെ സാമിന എന്ന് പറഞ്ഞാൽ 8-ാം വർഷം. ഹിജ്റ 8-ാം വർഷം. പിന്നെ മക്ക എന്ന് പറഞ്ഞ സ്ഥലം യുഖാലഹു അതിനൊക്കെ പറയപ്പെടുന്നു അൽ ആലിയത്ത് എന്ന് പറയപ്പെടുന്നു. ബിൽ മദീന മുനവറയിലുള്ള എന്നർത്ഥം. മാരിയത്തുൽ ഖിബ്തിയ എന്നുള്ളത് പേരാണ് കേട്ടോ. ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഉമ്മയുടെ പേരാണ്. അഹ്ദാഹ അതിനെ ഹദിയായി നൽകിയിരിക്കുന്നു. ഹദിയ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റായി കൊടുക്കുക, സമ്മാനം കൊടുക്കുക എന്നൊക്കെ അർത്ഥം. ഹല്ലഖ എന്ന് പറഞ്ഞാൽ മുടി കളയുക. ഹല്ലക ശഅറ റഅസിഹി തൻ്റെ തലയിലെ മുടി കളഞ്ഞു എന്നർത്ഥം. തസദ്ദഖ എന്നിട്ട് സ്വതക്ക ചെയ്തു, ദാനം ചെയ്തു. ബിസിനത്തിഹി ആ മുടിയുടെ തൂക്കത്തിനിക്ക് ഫില്ലത്തൻ വെള്ളി സ്വതക്ക ചെയ്തു എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നല്ല ശ്രദ്ധിക്കുക. വളരെ കുറച്ച് ഭാഗങ്ങളുള്ളൂ. ഒരുപാട് തവണകളായിട്ട് കേട്ട് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.